HSA, HSST, കേട്ടറ്റ് മലയാളത്തിലെ ആധുനിക മലയാള നോവൽ എന്ന ഭാഗത്തിലെ പാർട്ട് 2 ഈ മേഖലയിൽ ചെയ്യുന്നത്. നോവലുകളിൽ നിന്നുള്ള ചില ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള രീതികളുണ്ട്, കഥാപാത്രങ്ങളെ ചോദിക്കാറുണ്ട്. ആ മേഖലകളാണ് കാര്യമായിട്ട് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ദുലേഖയേക്കാൾ എന്തുകൊണ്ടും വിശിഷ്ടമായ നോവലാണ് ശാരദ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഉള്ളൂരാണ്. ഇന്ദുലേഖയേക്കാൾ എന്തുകൊണ്ടും വിശിഷ്ടമായ നോവലാണ് ശാരദ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഉള്ളൂരാണ്. മാമാങ്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ എം ശ്രീധരമേനോൻ എഴുതിയ നോവലാണ് മാമാങ്കം. മാമാങ്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ എം ശ്രീധരമേനോൻ എഴുതിയ നോവലാണ് മാമാങ്കം. OM ചെറിയാൻ രചിച്ച കുറ്റാന്വേഷണ നോവലാണ് കാലൻ്റെ കൊലയറ. OM ചെറിയാൻ രചിച്ച കുറ്റാന്വേഷണ നോവൽ കാലൻ്റെ കൊലയറ. നക്സലൈറ്റ് വർഗീസിൻ്റെ ജീവിത കഥ ആധാരമാക്കി നെറ്റിയാടൻ ജോസഫ് എഴുതിയ നോവലാണ് അഗ്നിക്ക് മീതെ നടന്നവനെക്കുറിച്ച്. നക്സലൈറ്റ് വർഗീസിൻ്റെ ജീവിതകഥ ആധാരമാക്കി നെറ്റിയാടൻ ജോസഫ് എഴുതിയ നോവലാണ് അഗ്നിക്ക് മീതെ നടന്നവനെക്കുറിച്ച്. ഇന്ദിരാഗാന്ധിയെ പ്രമേയമാക്കി ജോർജ് ഓണക്കൂർ എഴുതിയ നോവലാണ് പർവ്വതങ്ങളിലെ കാറ്റ്. ഇന്ദിരാഗാന്ധിയെ പ്രമേയമാക്കി ജോർജ് ഓണക്കൂർ എഴുതിയ നോവൽ പർവ്വതങ്ങളിലെ കാറ്റ്. സി രാധാകൃഷ്ണൻ്റെ നോവലുകളെ ആധാരമാക്കി അപ്പുവിൻ്റെ അന്വേഷണം എന്ന പഠന ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ എം ലീലാവതി. സി രാധാകൃഷ്ണൻ്റെ നോവലുകളെ ആധാരമാക്കി അപ്പുവിൻ്റെ അന്വേഷണം എന്ന പഠന ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ എം ലീലാവതി. സുലോചന നാലപ്പാട്ടും മാധവിക്കുട്ടിയും ചേർന്നെഴുതിയ നോവൽ കവാടം. സുലോചന നാലപ്പാട്ടും മാധവിക്കുട്ടിയും ചേർന്നെഴുതിയ നോവലാണ് കവാടം. ഭാഷാരീതി ഇരുമ്പുകുടം പോലെ നിഷ്പന്ദവും അഭേദകവുമായതുകൊണ്ട് ഭാഷാ ആശയത്തെ അനുഗമിക്കുന്നതിന് പകരം ഭാഷയ്ക്ക് വേണ്ടി ആശയം പലപ്പോഴും ബലി കഴിക്കുകയോ അലങ്കോലമാക്കുകയോ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. CV-യുടെ നോവൽ ഭാഷയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് MP പോളാണ്. ഭാഷാരീതി ഇരുമ്പുകുടം പോലെ നിഷ്പന്ദവും അഭേദകവുമായതുകൊണ്ട് ഭാഷാ ആശയത്തെ അനുഗമിക്കുന്നതിന് പകരം ഭാഷയ്ക്കു വേണ്ടി ആശയം പലപ്പോഴും ബലി കഴിക്കുകയോ അലങ്കോലമാക്കുകയോ ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് എന്ന് CV-യുടെ നോവൽ ഭാഷയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് MP പോളാണ്. ഭത്തയിലെ ചെറിയ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഞാനും ഹമീദും തോറ്റവരെ പോലെ കുറേ നേരം നിന്നു. ഏത് നോവലിൻ്റെ തുടക്കമാണിത്? ആടുജീവിതം. ഭത്തയിലെ ചെറിയ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഞാനും ഹമീദും തോറ്റവരെ പോലെ കുറേ നേരം നിന്നു. ഏത് നോവലിൻ്റെ തുടക്കമാണിത്? ആടുജീവിതം. കസബ എന്ന ആഗോളവൽകൃതമായ ചെറുനഗരത്തിലെ ജീവിതങ്ങൾ അവതരിപ്പിക്കുന്ന നോവൽ ദിശ. CV ബാലകൃഷ്ണൻ എഴുതിയത്. കസബ എന്ന ആഗോളവൽകൃതമായ ചെറു നഗരത്തിലെ ജീവിതങ്ങൾ അവതരിപ്പിക്കുന്ന നോവലാണ് CV ബാലകൃഷ്ണൻ്റെ ദിശ. കമ്മ്യൂൺ എന്ന നഗരത്തെ കേന്ദ്രമാക്കി കമ്മ്യൂണിസത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് പറയുന്ന നോവൽ പ്രകൃതി നിയമം. CR പരമേശ്വരനാണ് എഴുതിയത്. കമ്മ്യൂൺ എന്ന നഗരത്തെ കേന്ദ്രമാക്കി കമ്മ്യൂണിസത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് പറയുന്ന നോവലാണ് പ്രകൃതി നിയമം. ചില പാത്രങ്ങളെയും കൂട്ടിയിണക്കി പാശ്ചാത്യ സമ്പ്രദായത്തിലുള്ള ഒരു കഥ എഴുതണമെന്നതൊഴികെ മറ്റു ഉദ്ദേശങ്ങളൊന്നും ഗ്രന്ഥകാരന് ഉണ്ടായിരുന്നതായി കാണുന്നില്ല. ഏത് കൃതിയെക്കുറിച്ചാണ് MP പോളിൻ്റെ ഈ നിരീക്ഷണം? കുന്തലത. ചില സംഭവങ്ങളെയും പാത്രങ്ങളെയും കൂട്ടിയിണക്കി പാശ്ചാത്യ സമ്പ്രദായത്തിലുള്ള ഒരു കഥ എഴുതണമെന്നതൊഴികെ മറ്റു ഉദ്ദേശങ്ങളൊന്നും ഗ്രന്ഥകാരന് ഉണ്ടായിരുന്നതായി കാണുന്നില്ല എന്ന് ഏത് കൃതിയെക്കുറിച്ചാണ് MP പോൾ അഭിപ്രായപ്പെട്ടത്? കുന്തലത. ആൻഡ്രൂസ് സേവ്യർ ഏതു നോവലിലെ കഥാപാത്രമാണ്? അരൂപിയുടെ മൂന്നാം പ്രാവ് പെരുമ്പടവം ശ്രീധരൻ്റെ നോവലാണ്. ആൻഡ്രൂസ് സേവ്യർ എന്നത് ഏത് നോവലിലെ കഥാപാത്രമാണ്? പെരുമ്പടവം ശ്രീധരൻ എഴുതിയ അരൂപിയുടെ മൂന്നാം പ്രാവ്. പരദേശികളുടെ കഥ, കൊല്ലൻ്റെ കഥ, 5 സഹോദരന്മാരുടെ കഥ എന്നീ 3 കഥകൾ ആഖ്യാനത്തിൽ സ്ഥാനം പിടിച്ച നോവലാണ് പാണ്ഡവപുരം. പരദേശികളുടെ കഥ, കൊല്ലൻ്റെ കഥ, 5 സഹോദരന്മാരുടെ കഥ എന്നീ 3 കഥകൾ ആഖ്യാനത്തിൽ സ്ഥാനം പിടിച്ച നോവലാണ് പാണ്ഡവപുരം. നിങ്ങ ആണുങ്ങൾക്ക് മാത്രം മതിയോ യോഗം? ഞങ്ങ പെണ്ണുങ്ങളും യോഗമുണ്ടാക്കും, ഞങ്ങാക്കും കാര്യമുണ്ട്. തകഴിയുടെ ഏതു നോവലിലെ വരികളാണ്? രണ്ടിടങ്ങഴി. നിങ്ങ ആണുങ്ങൾക്ക് മാത്രം മതിയോ യോഗം? ഞങ്ങ പെണ്ണുങ്ങളും യോഗമുണ്ടാക്കും, ഞങ്ങാക്കും കാര്യമുണ്ട്. തകഴിയുടെ ഏതു നോവലിലെ വരികളാണിത്? രണ്ടിടങ്ങഴിയിലെ വരികളാണ്. മറക്കും. ഏട്ടത്തി പറഞ്ഞു, ഇത് കർമ്മ പരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ്. ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേയുള്ളൂ. ഏതു നോവലിലെ വരികൾ? ഖസാക്കിൻ്റെ ഇതിഹാസം. മറക്കും. ഏട്ടത്തി പറഞ്ഞു, ഇത് കർമ്മ പരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ്. ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേയുള്ളൂ. ഇത് ഏതു നോവലിലെ വരികളാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം.
തച്ചനക്കര ഗ്രാമത്തെ കേന്ദ്രമാക്കി സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവൽ മനുഷ്യന് ഒരു ആമുഖം. തച്ചനക്കര ഗ്രാമത്തെ കേന്ദ്രമാക്കി സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവലാണ് മനുഷ്യന് ഒരു ആമുഖം. CV രാമൻപിള്ളയുടെ നോവലുകളുടെ ആഖ്യാഭാഷ ഇരുമ്പുകുടം പോലെ അവ്യക്തമാണ് എന്ന് പറഞ്ഞത് MP പോളാണ്. CV രാമൻപിള്ളയുടെ നോവലുകളുടെ ആഖ്യാഭാഷ ഇരുമ്പുകുടം പോലെ അവ്യക്തമാണ് എന്ന് പറഞ്ഞത് MP പോളാണ്. 18 അച്ചുകുത്തുപിള്ളമാർ എറണാകുളത്ത് നിന്ന് കായൽ കടന്ന് തുരുത്തുകളിലെത്തി കുഞ്ഞുങ്ങളെ തിരഞ്ഞു പിടിച്ച് അച്ചുകുത്തിയ ദിവസം ഞാൻ ജനിച്ചു 24 ഏപ്രിൽ 1951 എന്നാരംഭിക്കുന്ന നോവൽ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ. 18 അച്ചുകുത്തുപിള്ളമാർ എറണാകുളത്ത് നിന്ന് കായൽ കടന്ന് തുരുത്തുകളിലെത്തി കുഞ്ഞുങ്ങളെ തിരഞ്ഞുപിടിച്ച് അച്ചുകുത്തിയ ദിവസം ഞാൻ ജനിച്ചു 24 ഏപ്രിൽ 51 എന്ന പരാമർശത്തോടെ ആരംഭിക്കുന്ന നോവൽ ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നതാണ്. പിതൃക ഘടികാരം ഏത് നോവലിനെ ആസ്പദമാക്കിയുള്ള പഠനമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം? പഠനം നടത്തിയിരിക്കുന്നത് PK രാജശേഖരൻ. പിതൃക ഘടികാരം ഏത് നോവലിനെ ആസ്പദമാക്കിയുള്ള പഠനമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. മലയാളത്തിലെ പുലയരുടെ സങ്കടാവസ്ഥ ഓർത്ത് ഈ പുസ്തകം എഴുതാൻ വന്നതാണ്. ഈ പ്രസ്താവനയോടെ പുറത്തുവന്ന ആദ്യകാല നോവലാണ് സരസ്വതി വിജയം. മലയാളത്തിലെ പുലയരുടെ സങ്കടാവസ്ഥ ഓർത്ത് ഈ പുസ്തകം എഴുതാൻ വന്നതാണ്. ഈ പ്രസ്താവനയോടെ പുറത്തുവന്ന ആദ്യകാല നോവലാണ് സരസ്വതി വിജയം. അനന്തമുദ്ര മോതിരത്തിന് ഇതിവൃത്ത പ്രാധാന്യമുള്ള നോവലാണ് ധർമ്മരാജ. അനന്തമുദ്ര മോതിരത്തിന് ഇതിവൃത്ത പ്രാധാന്യമുള്ള നോവലാണ് ധർമ്മരാജ. ഒരു പുതിയ ജീവിതത്തിൻ്റെ സൃഷ്ടിക്ക് പ്രാരംഭമായി വേണ്ട സർവേയിൽ ഇന്നത്തെ ജീവിതത്തിൻ്റെ സകല വശങ്ങളും ഒന്നൊഴിയാതെ ചിത്രീകരിക്കേണ്ടതിൽ നിന്നുള്ള പരാജയ പ്രസ്ഥാന ദർശനം പുരസ്കരിച്ച് ഈ പ്രതിപാദനം സമ്പൂർണ്ണമായി ന്യായീകരിക്കാവുന്നതാണ്. കേസരി ബാലകൃഷ്ണപിള്ളയുടെ ഈ അഭിപ്രായം ഏത് നോവലിനെ കുറിച്ചാണ്? ശബ്ദങ്ങൾ. ഒരു പുതിയ ജീവിതത്തിൻ്റെ സൃഷ്ടിക്ക് പ്രാരംഭമായി വേണ്ട സർവേയിൽ ഇന്നത്തെ ജീവിതത്തിൻ്റെ സകല വശങ്ങളും ഒന്നൊഴിയാതെ ചിത്രീകരിക്കേണ്ടതിൽ നിന്നുള്ള പരാജയ പ്രസ്ഥാന ദർശനം പുരസ്കരിച്ച് ഈ പ്രതിപാദനം സമ്പൂർണ്ണമായി ന്യായീകരിക്കാവുന്നതാണ് എന്ന പരാമർശം കേസരി ബാലകൃഷ്ണപിള്ള ഏത് നോവലിനെ കുറിച്ചാണ്? ശബ്ദങ്ങൾ എന്ന നോവലിനെ കുറിച്ചാണ്. ഉണ്ണീരി മുത്തപ്പൻ ചന്തക്ക് പോയി. 7:30 വെളുപ്പിനെണീറ്റ് കുളിച്ച് കുടുമയിട്ട് കുടുമയിൽ തെച്ചിപ്പൂ ചൂടി ഉണ്ണീരിക്കുട്ടി പുറപ്പാടൊരുങ്ങി. ഇങ്ങനെ തുടങ്ങുന്ന നോവൽ തട്ടകം. ഉണ്ണീരി മുത്തപ്പൻ ചന്തക്ക് പോയി, 7:30 വെളുപ്പിനെണീറ്റ് കുളിച്ച് കുടുമയിട്ട് കുടുമയിൽ തെച്ചിപ്പൂ ചൂടി ഉണ്ണീരിക്കുട്ടി പുറപ്പാടൊരുങ്ങി. ഇങ്ങനെ തുടങ്ങുന്ന നോവൽ തട്ടകം. മരണത്തിനു മുന്നിൽ മൂല്യബോധനം നഷ്ടപ്പെട്ട നിസ്സഹായനും പരാജിതനുമായ ആധുനിക മനുഷ്യൻ്റെ മുഖം അവതരിപ്പിക്കുന്ന കാക്കനാടൻ്റെ നോവലാണ് വസൂരി. മരണത്തിനു മുന്നിൽ മൂല്യബോധനം നഷ്ടപ്പെട്ട നിസ്സഹായനും പരാജിതനുമായ ആധുനിക മനുഷ്യൻ്റെ മുഖം അവതരിപ്പിക്കുന്ന കാക്കനാടൻ്റെ നോവലാണ് വസൂരി. ക്ഷേത്രവിളക്കുകൾ ആരുടെ നോവലാണ്? പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ക്ഷേത്രവിളക്കുകൾ ആരുടെ നോവലാണ്? പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ലെസ്ബിയൻ പ്രണയകഥ പറയുന്ന സംഗീത ശ്രീനിവാസൻ്റെ നോവൽ ആസിഡ്. ലെസ്ബിയൻ പ്രണയകഥ പറയുന്ന സംഗീത ശ്രീനിവാസൻ്റെ നോവലാണ് ആസിഡ്. സുകുമാരൻ്റെ ശേഷക്രിയ എന്ന നോവലിൻ്റെ തുടർച്ചയായി TP രാജീവൻ എഴുതിയ നോവൽ ക്രിയാശേഷം. സുകുമാരൻ്റെ ശേഷക്രിയ എന്ന നോവലിൻ്റെ തുടർച്ചയായി TP രാജീവൻ എഴുതിയ നോവൽ ക്രിയാശേഷം. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി KV മോഹൻകുമാർ എഴുതിയ നോവൽ ഉഷ്ണരാശി കാരപ്പുറത്തിൻ്റെ ഇതിഹാസം. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കി KV മോഹൻകുമാർ എഴുതിയ നോവൽ ഉഷ്ണരാശി കാരപ്പുറത്തിൻ്റെ ഇതിഹാസം. ചിയ്യയ്യിക്കുട്ടി ഏത് നോവലിലെ കഥാപാത്രമാണ്? പുലയപ്പാട്ട്. ചിയ്യയ്യിക്കുട്ടി ഏത് നോവലിലെ കഥാപാത്രമാണ്? പുലയപ്പാട്ട്. മലയാളത്തിലെ ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ റൊമാൻസ് എന്നറിയപ്പെടുന്ന കൃതി മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ റൊമാൻസ് എന്നറിയപ്പെടുന്ന കൃതി മാർത്താണ്ഡവർമ്മ. ധർമ്മരാജയിലെ ഒരു കഥാപാത്രം രാമരാജ ബഹദൂറിൽ കാളിപ്രഭാവ പട്ടരായും മാണിക്യ ഗൗണ്ഡനായും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഏതാണ് ആ കഥാപാത്രം? ചന്ദ്രക്കാരൻ. ധർമ്മരാജയിലെ ഒരു കഥാപാത്രം രാമരാജ ബഹദൂറിൽ കാളിപ്രഭാവ പട്ടനായും മാണിക്യ ഗൗണ്ഡനായും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഏതാണ് ആ കഥാപാത്രം? ചന്ദ്രക്കാരൻ. ടിപ്പുവിൻ്റെ ആക്രമണത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് CV എഴുതിയ നോവൽ രാമരാജ ബഹദൂർ. ടിപ്പുവിൻ്റെ ആക്രമണത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് CV എഴുതിയ നോവലാണ് രാമരാജ ബഹദൂർ. ധർമ്മരാജയിൽ സംഭാഷണത്തിനിടയിൽ കഥകളി പദങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്ന കഥാപാത്രം മാമ വെങ്കിട്ടരാമൻ. ധർമ്മരാജയിൽ സംഭാഷണത്തിനിടയിൽ കഥകളി പദങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്ന കഥാപാത്രം മാമ വെങ്കിട്ടരാമൻ. CV എഴുതിയ സാമൂഹിക നോവലാണ് പ്രേമാമൃതം. CV എഴുതിയ സാമൂഹിക നോവലാണ്
പ്രേമാമൃതം. ആവശ്യത്തിൽ കവിഞ്ഞ പരിഷ്കാരഭ്രമം മലയാള സ്ത്രീകൾക്ക് ഭൂഷണമല്ല എന്ന് പഠിപ്പിക്കുന്ന നോവൽ ദുരശിണി KM പണിക്കർ. ആവശ്യത്തിൽ കവിഞ്ഞ പരിഷ്കാരഭ്രമം മലയാള സ്ത്രീകൾക്ക് ഭൂഷണമല്ല എന്ന് പഠിപ്പിക്കുന്ന നോവലാണ് KM പണിക്കരുടെ ദുരശിണി. കോലത്തുനാടിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ MRKC എഴുതിയ നോവൽ വെള്ളുവക്കമ്മാരൻ. കോലത്തുനാടിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ MRKC എഴുതിയ നോവലാണ് വെള്ളുവക്കമ്മാരൻ. മോഹിനിയാട്ടത്തെക്കുറിച്ച് വിവരം നൽകുന്ന ആദ്യകാല മലയാള നോവലാണ് മീനാക്ഷി. എഴുതിയത് ചെറുവലത്ത് ചാത്തുനായർ. മോഹിനിയാട്ടത്തെക്കുറിച്ച് വിവരം നൽകുന്ന ആദ്യകാല മലയാള നോവലാണ് ചെറുവലത്ത് ചാത്തുനായരുടെ മീനാക്ഷി. തോട്ടി എന്ന നോവലിൻ്റെ കർത്താവ് RS കുറുപ്പാണ്. തോട്ടി എന്ന നോവലിൻ്റെ കർത്താവ് RS കുറുപ്പ്. കത്തുകളിലൂടെ കഥാകഥനം നിർവഹിക്കുന്ന മലയാള നോവലാണ് നീണ്ട നിഴൽ. എഴുതിയത് മീനാക്ഷി അമ്മയാണ്. കത്തുകളിലൂടെ കഥാകഥനം നിർവഹിക്കുന്ന മലയാള നോവലാണ് നീണ്ട നിഴൽ, മീനാക്ഷി അമ്മ. 2 ക്രൈസ്തവ കുടുംബങ്ങളെ പശ്ചാത്തലമാക്കി ജോസഫ് മുണ്ടശ്ശേരി എഴുതിയ നോവൽ കൊന്തയിൽ നിന്ന് കുരിശിലേക്ക്. 2 ക്രൈസ്തവ കുടുംബങ്ങളെ പശ്ചാത്തലമാക്കി ജോസഫ് മുണ്ടശ്ശേരി എഴുതിയ നോവലാണ് കൊന്തയിൽ നിന്ന് കുരിശിലേക്ക്. ഗദ്യത്തിൽ എഴുതിയ സ്നേഹോപനിഷത്താണ് ചെമ്മീൻ. ഇങ്ങനെ പറഞ്ഞത് ഡോക്ടർ M ലീലാവതിയാണ്. ഗദ്യത്തിൽ എഴുതിയ സ്നേഹോപനിഷത്താണ് ചെമ്മീൻ. ഇങ്ങനെ പറഞ്ഞത് ഡോക്ടർ M ലീലാവതി. മതിലുകൾ മലയാളത്തിലെ മഹത്തായ നോവലുകളിൽ ഒന്നാണ്. അതിൻ്റെ ഓരോ ശബ്ദ തരംഗത്തിലും ജീവിതം തുളുമ്പി നിൽക്കുന്നു. ആരുടെ വാക്കുകൾ? KM തരകൻ, നോവൽ സാഹിത്യ ചരിത്രം എന്ന പുസ്തകത്തിൽ. മതിലുകൾ മലയാളത്തിലെ മഹത്തായ നോവലുകളിൽ ഒന്നാണ്. അതിൻ്റെ ഓരോ ശബ്ദ തരംഗത്തിലും ജീവിതം തുളുമ്പി നിൽക്കുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? KM തരകൻ്റെ, അദ്ദേഹത്തിൻ്റെ നോവൽ സാഹിത്യ ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ നിന്ന്. 1962 ചൈനീസ് യുദ്ധത്തിന് ശേഷം ഇന്ത്യക്കുണ്ടായ ആന്തരിക വിക്ഷോഭത്തിൻ്റെ സ്വഭാവം വിശദമാക്കുന്ന നന്ദനാരുടെ നോവലാണ് താഴ്വരകൾ. 1962 ചൈനീസ് യുദ്ധത്തിന് ശേഷം ഇന്ത്യക്കുണ്ടായ ആന്തരിക വിക്ഷോഭത്തിൻ്റെ സ്വഭാവം വിശദമാക്കുന്ന നന്ദനാരുടെ നോവലാണ് താഴ്വരകൾ. 1967 പ്രസിദ്ധീകരിച്ചത്. ആശുപത്രിയുടെ ലോകത്തെ ചിത്രീകരിക്കുന്ന വാർഡ് നമ്പർ 7 എന്ന നോവലിൻ്റെ രചയിതാവ് G വിവേകാനന്ദൻ. ആശുപത്രിയുടെ ലോകത്തെ ചിത്രീകരിക്കുന്ന വാർഡ് നമ്പർ 7 എന്ന നോവലിൻ്റെ രചയിതാവ് G വിവേകാനന്ദൻ. മലയാളത്തിൽ ആധുനികാനന്തര നിരൂപണത്തിൻ്റെ ആരംഭം ദർശിക്കാവുന്ന വീണ്ടും മഞ്ഞ് എന്ന ലേഖനം എഴുതിയത് VC ശ്രീജൻ. മലയാളത്തിൽ ആധുനികാനന്തര നിരൂപണത്തിൻ്റെ ആരംഭം ദർശിക്കാവുന്ന വീണ്ടും മഞ്ഞ് എന്ന ലേഖനം എഴുതിയത് VC ശ്രീജൻ. മലബാറിലെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ തുടക്കവും വികാസ പരിണാമങ്ങളും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുന്ന നോവലാണ് മുത്തശ്ശി. മലബാറിലെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ തുടക്കവും വികാസ പരിണാമങ്ങളും രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആവിഷ്കരിക്കുന്ന നോവലാണ് മുത്തശ്ശി. ദണ്ഡകാരണ്യത്തിൻ്റെ എത്രയും ഉത്തരഭാഗത്ത് വില്യാദ്രി എന്നൊരു മലയുടെ താഴ്വരയിൽ ധർമ്മപുരി എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. മലയാളത്തിലെ ഒരു നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഏതാണ് ആ നോവൽ? കുന്തലത. ദണ്ഡകാരണ്യത്തിൻ്റെ എത്രയും ഉത്തരഭാഗത്ത് വില്യാദ്രി എന്നൊരു മലയുടെ താഴ്വരയിൽ ധർമ്മപുരി എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു. മലയാളത്തിലെ ഒരു നോവൽ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഏതാണ് ആ നോവൽ? കുന്തലത. വൈ ഷുഡ് ഐ ബി ഫ്രീ? ഒരു മലയാള നോവലിലെ വരികളാണിത്. ഏതാണ് ആ നോവൽ? മതിലുകൾ. വൈ ഷുഡ് ഐ ബി ഫ്രീ? അടുത്ത വരി പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. ഒരു മലയാള നോവലിലെ വരികളാണിത്. ഏതാണ് ആ നോവൽ? മതിലുകൾ. KR നാരായണൻ ഗുരുക്കൾ രചിച്ച ഉദയഭാനുവിൻ്റെ മറ്റൊരു പേര് രാഷ്ട്രീയ നവഭാരതം. KR നാരായണൻ ഗുരുക്കൾ രചിച്ച ഉദയഭാനുവിൻ്റെ മറ്റൊരു പേരാണ് രാഷ്ട്രീയ നവഭാരതം. ശബ്ദങ്ങൾ ഒരു നീണ്ട ചെറുകഥയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കേസരിയാണ്. ശബ്ദങ്ങൾ ഒരു നീണ്ട ചെറുകഥയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കേസരി. ചന്തുമേനോൻ്റെ കാലത്തിന് ശേഷം മലയാളത്തിലുണ്ടായ സാമൂഹിക നോവൽ പ്രസ്ഥാനത്തിലെ മഹത്തായ സംഭവമായി N കൃഷ്ണപിള്ള കണക്കാക്കുന്ന കൃതി അപ്പൻ്റെ മകളാണ്. ചന്തുമേനോൻ്റെ കാലത്തിന് ശേഷം മലയാളത്തിലുണ്ടായ സാമൂഹിക നോവൽ പ്രസ്ഥാനത്തിലെ മഹത്തായ സംഭവമായി N കൃഷ്ണപിള്ള കണക്കാക്കുന്ന കൃതി അപ്പൻ്റെ മകളാണ്. മലയാളത്തിൽ ആദ്യമായി പട്ടാള ജീവിതം ആവിഷ്കരിക്കുന്ന നോവൽ നിണമണിഞ്ഞ കാൽപ്പാടുകൾ. മലയാളത്തിൽ ആദ്യമായി പട്ടാള ജീവിതം ആവിഷ്കരിക്കുന്ന നോവലാണ് നിണമണിഞ്ഞ കാൽപ്പാടുകൾ.
മാപ്പിള ലഹളയെ പശ്ചാത്തലമാക്കി ഹരിഹരൻ പരമാത എഴുതിയ മലയാള നോവലാണ് ഖിലാഫത്ത്. മാപ്പിള ലഹളയെ പശ്ചാത്തലമാക്കി ഹരിഹരൻ പരമാത എഴുതിയ മലയാള നോവലാണ് ഖിലാഫത്ത്. സ്മാർത്ത വിചാരത്തെ വിഷയമാക്കുന്ന അമൃതമഥനം എന്ന നോവൽ എഴുതിയത് ഉണ്ണികൃഷ്ണൻ പുത്തൂർ. സ്മാർത്ത വിചാരത്തെ വിഷയമാക്കുന്ന അമൃതമഥനം എന്ന നോവൽ എഴുതിയത് ഉണ്ണികൃഷ്ണൻ പുത്തൂർ. ഒരു പട്ടിയുടെ ആത്മകഥാരൂപത്തിൽ രചിച്ച നോവൽ സഷമേയം, മാടമ്പ് കുഞ്ഞിക്കുട്ടൻ. ഒരു പട്ടിയുടെ ആത്മകഥാരൂപത്തിൽ രചിച്ച നോവലാണ് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ്റെ സഷമേയം. ദൈവത്തിൻ്റെ മരണം ആരുടെ കൃതിയാണ്? വി ടി നന്ദകുമാർ. ദൈവത്തിൻ്റെ മരണം ആരുടെ കൃതിയാണ്? വി ടി നന്ദകുമാർ. ഉണ്ണീരി മുത്തപ്പൻ ചന്തക്ക് പോയി എന്നാരംഭിക്കുന്ന മലയാളം നോവൽ തട്ടകം. ഉണ്ണീരി മുത്തപ്പൻ ചന്തക്ക് പോയി എന്നാരംഭിക്കുന്ന മലയാളം നോവലാണ് തട്ടകം. ഗാന്ധിയൻ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുഴങ്കര ബാലനാരായണൻ രചിച്ച നോവൽ അർദ്ധനഗ്നൻ. ഗാന്ധിയൻ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുഴങ്കര ബാലനാരായണൻ രചിച്ച നോവലാണ് അർദ്ധനഗ്നൻ. കാലം, കൃതി എന്നീ 2 നോവലുകളായി രചിക്കപ്പെട്ട ആനന്ദിൻ്റെ നോവൽ വ്യാസനും വിഘ്നേശ്വരനും. കാലം, കൃതി എന്നീ 2 നോവലുകളായി രചിക്കപ്പെട്ട ആനന്ദിൻ്റെ നോവലാണ് വ്യാസനും വിഘ്നേശ്വരനും. മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ താളവും താളപ്പിഴകളും ചിത്രീകരിക്കുന്ന പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ നോവൽ മരുന്ന്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ താളവും താളപ്പിഴകളും ചിത്രീകരിക്കുന്ന പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ നോവലാണ് മരുന്ന്. കൂമൻകാവിൽ ബസ് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. ഇങ്ങനെ ആരംഭിക്കുന്ന നോവൽ ഖസാക്കിൻ്റെ ഇതിഹാസം. കൂമൻകാവിൽ ബസ് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. ഇങ്ങനെ ആരംഭിക്കുന്ന നോവൽ ഖസാക്കിൻ്റെ ഇതിഹാസം. അടിപ്പാറ താമിയും നല്ലവനായ ഞാനും ആരുടെ കൃതിയാണ്? എം കമറുദ്ദീൻ. അടിപ്പാറ താമിയും നല്ലവനായ ഞാനും എന്നത് ആരുടെ കൃതിയാണ്? എം കമറുദ്ദീൻ. ആധുനികത എന്ന ചിത്രസന്ദർഭത്തെ മുൻനിർത്തി ആധുനിക നോവലുകളെ പഠനവിധേയമാക്കുന്ന പഠന ഗ്രന്ഥമാണ് ആധുനികത മലയാള നോവലിൽ അഗസ്റ്റിൻ ജോസഫിൻ്റേത്. ആധുനികത എന്ന ചിത്രസന്ദർഭത്തെ മുൻനിർത്തി ആധുനിക മലയാള നോവലുകളെ പഠനവിധേയമാക്കുന്ന പഠന ഗ്രന്ഥമാണ് ആധുനികത മലയാള നോവലിൽ. എഴുതിയത് അഗസ്റ്റിൻ ജോസഫ്. മോഷണത്തിൻ്റെ നിഗൂഢ ശാസ്ത്രത്തെ നിഷേധാത്മകമായ ആത്മീയതയുടെ രൂപകമായി വികസിപ്പിക്കുന്ന നോവലാണ് ചോരശാസ്ത്രം. ആരുടേതാണ് ഈ അഭിപ്രായം? വി സി ശ്രീജൻ്റേതാണ് അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ കൃതിയായ മോഷണ പ്രകരണം നോവൽ വായനകൾ എന്നതിൽ നിന്നുള്ളതാണ്. മോഷണത്തിൻ്റെ നിഗൂഢ ശാസ്ത്രത്തെ നിഷേധാത്മകമായ ആത്മീയതയുടെ രൂപകമായി വികസിപ്പിക്കുന്ന നോവലാണ് ചോരശാസ്ത്രം. ആരുടേതാണ് ഈ വരികൾ? വി സി ശ്രീജൻ്റേതാണ് മോഷണ പ്രകരണം നോവൽ വായനകൾ എന്ന കൃതിയിലേത്. നാരായണൻകുട്ടി ഒരു സാക്ഷി മാത്രമായിരുന്നു. ദൃക്സാക്ഷി നാരായണൻകുട്ടി എപ്പോഴും സാക്ഷി മാത്രമായിരുന്നു. സാക്ഷി മാത്രമാണ്. ഏത് നോവലിലെ വരികളാണ്? കാക്കനാടൻ്റെ സാക്ഷി. നാരായണൻകുട്ടി ഒരു സാക്ഷി മാത്രമായിരുന്നു. ദൃക്സാക്ഷി നാരായണൻകുട്ടി എപ്പോഴും സാക്ഷി മാത്രമായിരുന്നു. സാക്ഷി മാത്രമാണ്. ഏത് നോവലിലെ വരികളാണ്? കാക്കനാടൻ്റെ സാക്ഷി. ബഷീറിൻ്റെ നോവലുകളെക്കുറിച്ച് ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ എന്ന വിമർശന ഗ്രന്ഥം എഴുതിയത് എം ബി രഘുനാഥൻ. ബഷീറിൻ്റെ നോവലുകളെക്കുറിച്ച് ഉപ്പൂപ്പാൻ്റെ കുയ്യാനകൾ എന്ന വിമർശന ഗ്രന്ഥം എഴുതിയത് എം ബി രഘുനാഥനാണ്. പ്രസ്ഥാന നിരൂപണം, സൈദ്ധാന്തിക നിരൂപണം തുടങ്ങിയ നിരൂപണ പദ്ധതികളിൽ നിന്ന് വ്യതിചലിച്ച് കൃതികളെ അവക്കുള്ളിലെ വെളിച്ചങ്ങൾ കൊണ്ട് വായിക്കുന്ന ശ്രീജയുടെ പഠന ഗ്രന്ഥമാണ് നോവൽ വായനകൾ. പ്രസ്ഥാന നിരൂപണം, സൈദ്ധാന്തിക നിരൂപണം തുടങ്ങിയ നിരൂപണ പദ്ധതികളിൽ നിന്ന് വ്യതിചലിച്ച് കൃതികളെ അവക്കുള്ളിലെ വെളിച്ചങ്ങൾ കൊണ്ട് വായിക്കുന്ന ശ്രീജയുടെ പഠന ഗ്രന്ഥമാണ് നോവൽ വായനകൾ. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസിതനാകുന്ന കീഴാളൻ്റെ മുഖം അനാവരണം ചെയ്യുന്ന എം സുകുമാരൻ്റെ നോവലാണ് ശേഷക്രിയ. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസിതനാകുന്ന കീഴാളൻ്റെ മുഖം അനാവരണം ചെയ്യുന്ന എം സുകുമാരൻ്റെ നോവലാണ് ശേഷക്രിയ. കതിവന്നൂർ വീരൻ എന്ന തെയ്യത്തെ കഥാപാത്രമാക്കി എൻ പ്രഭാകരൻ എഴുതിയ നോവലാണ് ഏഴിനും മീതെ. കതിവന്നൂർ വീരൻ എന്ന തെയ്യത്തെ കഥാപാത്രമാക്കി എൻ പ്രഭാകരൻ എഴുതിയ നോവലാണ് ഏഴിനും മീതെ. അംഗീകൃത ചട്ടക്കൂടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചരിത്രത്തെ കേന്ദ്രമാക്കി കീഴാളവർഗത്തെയും അവരുടെ സാമൂഹികതയെയും മുൻനിർത്തി മലയാളത്തിൽ എഴുതപ്പെടുന്ന ഒരുപക്ഷെ ആദ്യത്തെ നോവലായിരിക്കും സാറാ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ. ആരുടേതാണ് ഈ നിരീക്ഷണം? സി ബി സുധാകരൻ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ ചരിത്രത്തിൻ്റെ പുറംപോക്കുകളും പുറംപോക്കുകളുടെ ചരിത്രവും എന്ന പുസ്തകത്തിൽ നിന്ന്. അംഗീകൃത ചട്ടക്കൂടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചരിത്രത്തെ കേന്ദ്രമാക്കി കീഴാളവർഗത്തെയും അവരുടെ സാമൂഹികതയെയും മുൻനിർത്തി മലയാളത്തിൽ എഴുതപ്പെടുന്ന ഒരുപക്ഷെ ആദ്യത്തെ നോവലായിരിക്കും സാറാ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ. ഇത് ആരുടെ നിരീക്ഷണമാണ്? സി ബി സുധാകരൻ്റെ നിരീക്ഷണമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ചരിത്രത്തിൻ്റെ പുറംപോക്കുകളും പുറംപോക്കുകളുടെ ചരിത്രവും എന്നതിൽ നിന്ന്.
കെ.ജെ. ബേബിയുടെ മാവേലി മഞ്ചത്തിന് അവതാരിക എഴുതിയത് സച്ചിദാനന്ദനാണ്. അവതാരികയുടെ പേര് ഒരോർമ്മക്കുറിപ്പ് ഒരു താക്കീത് എന്നതാണ്. കെ.ജെ. ബേബിയുടെ മാവേലി മഞ്ചത്തിന് അവതാരിക എഴുതിയത് സച്ചിദാനന്ദനാണ്. ഒരു ഓർമ്മക്കുറിപ്പ് ഒരു താക്കീത് എന്നാണ് അവതാരികയുടെ പേര്. നീതിയുടെ ബോധം ഒരു തീ പോലെ ആവേശിക്കാത്ത സമൂഹത്തിന് കാലം തീർച്ചയായും നഷ്ടപ്പെടും. ഏതു നോവലിലെ വരികൾ? ഗോവർദ്ധനന്റെ യാത്രകൾ. നീതിയുടെ ബോധം ഒരു തീ പോലെ ആവേശിക്കാത്ത സമൂഹത്തിന് കാലം തീർച്ചയായും നഷ്ടപ്പെടും. ഏത് നോവലിലെ വരികളാണ്? ഗോവർദ്ധനന്റെ യാത്രകൾ. നഹുഷ പുരാണം ആരുടെ കൃതിയാണ്? കെ രാധാകൃഷ്ണൻ. നഹുഷ പുരാണം ആരുടെ കൃതിയാണ്? കെ രാധാകൃഷ്ണൻ. മഹാഭാരതം കഴിഞ്ഞപ്പോൾ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം മാത്രമല്ല മറ്റൊന്നുകൂടി അവശേഷിച്ചു, ഭഗവത്ഗീത. ഏത് നോവലിലെ വരികളാണ്? ഗുരുസാഗരം, ഒ.വി. വിജയന്റെ. മഹാഭാരതം കഴിഞ്ഞപ്പോൾ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം മാത്രമല്ല മറ്റൊന്നുകൂടി അവശേഷിച്ചു, ഭഗവത്ഗീത. ഇത് ഏത് നോവലിലെ വരികളാണ്? ഒ.വി. വിജയന്റെ ഗുരുസാഗരം. വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനതയെയും അത് എത്തിച്ചു കൊടുക്കാൻ ഏത് സാഹസത്തിനും തയ്യാറാകുന്ന പത്രക്കാരെയും ചിത്രീകരിക്കുന്ന കെ രഘുനാഥിൻ്റെ നോവലാണ് ഭൂമിയുടെ പൊക്കിൾ. വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനതയെയും അത് എത്തിച്ചു കൊടുക്കാൻ ഏത് സാഹസത്തിനും തയ്യാറാകുന്ന പത്രക്കാരെയും ചിത്രീകരിക്കുന്ന കെ രഘുനാഥിൻ്റെ നോവലാണ് ഭൂമിയുടെ പൊക്കിൾ. നേരിൻ്റെയും യുക്തിയുടെയും ചതുരങ്ങളിൽ മനം മടുത്ത ഞങ്ങൾ നാട്ടുകാർക്ക് കടപ്പുറത്തൊരു ജാറം പൊന്തിയെന്നറിഞ്ഞ് വലിയ സന്തോഷമായി. അന്ധവിശ്വാസമെങ്കിൽ അന്ധവിശ്വാസം തന്നെ. ഏത് നോവലാണ് ഇങ്ങനെ തുടങ്ങുന്നത്? സൂഫി പറഞ്ഞ കഥ, കെ.പി. രാമനുണ്ണിയുടെ. നേരിൻ്റെയും യുക്തിയുടെയും ചതുരങ്ങളിൽ മനം മടുത്ത ഞങ്ങൾ നാട്ടുകാർക്ക് കടപ്പുറത്തൊരു ജാറം പൊന്തിയെന്നറിഞ്ഞ് വലിയ സന്തോഷമായി. അന്ധവിശ്വാസമെങ്കിൽ അന്ധവിശ്വാസം തന്നെ. ഏത് നോവലിലാണ് ഇങ്ങനെ തുടങ്ങുന്നത്? കെ.പി. രാമനുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥ. ആദർശങ്ങൾ അർത്ഥശൂന്യമായി തീർന്ന കാലഘട്ടത്തിലെ ഏകാഗിയായ മനുഷ്യന്റെ ദുരന്തമാണ് ഉഷ്ണമേഖലയിലെ പ്രമേയം. ആരുടെ നിരീക്ഷണമാണ്? ജോർജ് ഓണക്കൂറിൻ്റെ അദ്ദേഹത്തിൻ്റെ നായക സങ്കല്പം മലയാള നോവലിൽ എന്ന കൃതിയിൽ നിന്ന്. ആദർശങ്ങൾ അർത്ഥശൂന്യമായി തീർന്ന കാലഘട്ടത്തിലെ ഏകാഗിയായ മനുഷ്യന്റെ ദുരന്തമാണ് ഉഷ്ണമേഖലയിലെ പ്രമേയം. ആരുടെ നിരീക്ഷണമാണ്? ജോർജ് ഓണക്കൂറിൻ്റെ അദ്ദേഹത്തിൻ്റെ നായക സങ്കല്പം മലയാള നോവലിൽ എന്ന കൃതിയിൽ നിന്ന്. ഖസാക്കിലെ സമ്പദ് വ്യവസ്ഥ ആരുടെ ലേഖനമാണ്? N.S. മാധവൻ. ഖസാക്കിലെ സമ്പദ് വ്യവസ്ഥ ആരുടെ ലേഖനമാണ്? N.S. മാധവൻ. ആധുനികാനന്തര മലയാള നോവൽ ആരുടെ കൃതിയാണ്? കെ.പി. രമേശ്. ആധുനികാനന്തര മലയാള നോവൽ ആരുടെ കൃതിയാണ്? കെ.പി. രമേശ്. കൈപ്പാടൻ ഏതു നോവലിലെ കഥാപാത്രമാണ്? മാവേലി മൻറം. കൈപ്പാടൻ ഏതു നോവലിലെ കഥാപാത്രമാണ്? മാവേലി മൻറം. വിക്ടോറിയ ടെർമിനൽസിലെ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിൽ തീവണ്ടി നിൽക്കുന്ന ദൃശ്യത്തിൽ നിന്ന് ആരംഭിക്കുന്ന നോവൽ ആൾക്കൂട്ടം. വിക്ടോറിയ ടെർമിനൽസിലെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒന്നിൽ തീവണ്ടി നിൽക്കുന്ന ദൃശ്യത്തിൽ നിന്ന് ആരംഭിക്കുന്ന നോവലാണ് ആൾക്കൂട്ടം. റിഹേഴ്സൽ ക്യാമ്പ് ആരുടെ കൃതിയാണ്? അഷ്ടമൂർത്തി. റിഹേഴ്സൽ ക്യാമ്പ് ആരുടെ കൃതിയാണ്? അഷ്ടമൂർത്തി. ഒ.വി. വിജയന്റെ നോവലുകളെക്കുറിച്ച് ദൈവസാന്ദ്രമായ കാറ്റ് എന്ന പഠന ഗ്രന്ഥം തയ്യാറാക്കിയത് കെ.പി. രമേശാണ്. ഒ.വി. വിജയന്റെ നോവലുകളെക്കുറിച്ച് ദൈവസാന്ദ്രമായ കാറ്റ് എന്ന പഠന ഗ്രന്ഥം തയ്യാറാക്കിയത് കെ.പി. രമേശ്. സമൂഹ മനസ്സും മലയാള നോവലും ആരുടെ കൃതിയാണ്? പി.കെ. കുശലകുമാരി. സമൂഹ മനസ്സും മലയാള നോവലും ആരുടെ കൃതിയാണ്? പി.കെ. കുശലകുമാരി. മറുതിര കാത്തുനിന്നപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? നോവൽ പഠനമാണ് വി. രാജകൃഷ്ണന്റെ. മറുതിര കാത്തുനിന്നപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? നോവൽ പഠനമാണ് വി. രാജകൃഷ്ണന്റെ. മാറ്റാത്തി, ഒതപ്പ് എന്നിവ മറ്റൊരു നോവലിൻ്റെ തുടർച്ചയെന്നോണം എഴുതിയതാണ്. ഏതാണ് ആ നോവൽ? ആലാഹയുടെ പെൺമക്കൾ. മാറ്റാത്തി, ഒതപ്പ് എന്നിവ മറ്റൊരു നോവലിൻ്റെ തുടർച്ചയെന്നോണം എഴുതിയതാണ്. ഏതാണ് ആ നോവൽ? ആലാഹയുടെ പെൺമക്കൾ. C.S. ചന്ദ്രികയുടെ നോവൽ പിറ. C.S. ചന്ദ്രികയുടെ നോവലാണ് പിറ. പരാശരൻ ഏതു നോവലിലെ കഥാപാത്രമാണ്? ധർമ്മപുരാണം. ധർമ്മപുരാണം എന്ന നോവലിലെ കഥാപാത്രമാണ് പരാശരൻ. നാളെ വീണ്ടും യാത്ര ആരംഭിക്കുന്നു മറ്റൊരിടത്തേക്ക് എന്ന് അവസാനിക്കുന്ന നോവൽ വാരണാസി. നാളെ വീണ്ടും യാത്ര ആരംഭിക്കുന്നു മറ്റൊരിടത്തേക്ക് എന്ന് അവസാനിക്കുന്ന നോവൽ വാരണാസി. പരുത്തിക്കാട്ട് ഔദ ഏത് നോവലിലെ കഥാപാത്രമാണ്? കയർ. പരുത്തിക്കാട്ട് ഔദ ഏത് നോവലിലെ കഥാപാത്രമാണ്? കയർ. ഇഷ്ടികയും ആശാരിയും നോവൽ എഴുതിയത് സക്കറിയ. ഇഷ്ടികയും ആശാരിയും എന്ന നോവൽ എഴുതിയത് സക്കറിയ. കയ്യൂർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് നിരഞ്ജന. കയ്യൂർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് നിരഞ്ജന.
ഞാൻ നിങ്ങൾക്കൊരു മരണ സർട്ടിഫിക്കറ്റ് തന്നാലോ? പറഞ്ഞു കഴിഞ്ഞപ്പോൾ അസംബന്ധം മനസ്സിലായി. അവർക്കറിയാം സാർ, ഞാൻ മരിച്ചിട്ടില്ല എന്ന്. ഡാനിയലിൻ്റെ ചുണ്ടുകൾ ഇത്തിരി ഒന്ന് വളഞ്ഞു. ഏത് നോവലിലെ വരികളാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്? ഞാൻ നിങ്ങൾക്ക് ഒരു മരണ സർട്ടിഫിക്കറ്റ് തന്നാലോ? പറഞ്ഞു കഴിഞ്ഞപ്പോൾ അസംബന്ധം മനസ്സിലായി. അവർക്കറിയാം സാർ, ഞാൻ മരിച്ചിട്ടില്ല എന്ന്. ഡാനിയലിൻ്റെ ചുണ്ടുകൾ ഇത്തിരി ഒന്ന് വളഞ്ഞു. ഏത് നോവലിലെ വരികൾ മരുഭൂമികൾ ഉണ്ടാകുന്നത്? തകഴിയുടെ മനഃശാസ്ത്ര നോവലായി കേസരി വിലയിരുത്തുന്ന കൃതി പരമാർത്ഥങ്ങൾ. തകഴിയുടെ മനഃശാസ്ത്ര നോവലായി കേസരി വിലയിരുത്തുന്ന കൃതിയാണ് പരമാർത്ഥങ്ങൾ. തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട സുരേന്ദ്രൻ്റെ നോവലാണ് ജ്വാല. തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട സുരേന്ദ്രൻ്റെ നോവലാണ് ജ്വാല. മാർത്താണ്ഡവർമ്മയിലെ ഗൂഢാലോചനക്കാരനായ ദുഷ്ടബ്രാഹ്മണനാര്? സുന്ദരയ്യൻ. മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ ഗൂഢാലോചനക്കാരനായ ദുഷ്ടബ്രാഹ്മണൻ സുന്ദരയ്യൻ. പി കേശവദേവിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് തത്ത? ഭ്രാന്താലയം. പി കേശവദേവിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് തത്ത? ഭ്രാന്താലയം. കാളിക്കാവ് എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു വിഗ്രഹ മോഷണത്തെപ്പറ്റി അപസർപ്പക നോവൽ മാതൃകയിൽ സേതു എഴുതിയ നോവൽ വിളയാട്ടം. കാളിക്കാവ് എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു വിഗ്രഹ മോഷണത്തെപ്പറ്റി അപസർപ്പക നോവൽ മാതൃകയിൽ സേതു എഴുതിയ നോവൽ വിളയാട്ടം. ധർമ്മപുരം എന്ന സാങ്കല്പിക രാജ്യത്തെ നിഷ്ഠൂര ഭരണത്തെക്കുറിച്ച് പറയുന്ന മലയാള നോവൽ ധർമ്മപുരാണം. ധർമ്മപുരം എന്ന സാങ്കല്പിക രാജ്യത്തെ നിഷ്ഠൂര ഭരണത്തെക്കുറിച്ച് പറയുന്ന മലയാള നോവലാണ് ധർമ്മപുരാണം. ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലുള്ള തിയൂർ എന്ന ഗ്രാമം ഏത് നോവലിലെ കഥാപശ്ചാത്തലമാണ്? തിയൂർ രേഖകൾ. ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലുള്ള തിയൂർ എന്ന ഗ്രാമം ഏത് നോവലിലെ കഥാപശ്ചാത്തലമാണ്? തിയൂർ രേഖകൾ. രംഭാഗഡ് എന്ന കോട്ട ഏത് നോവലിലെ കഥാപശ്ചാത്തലമായിട്ടാണ് വരുന്നത്? മരുഭൂമികൾ ഉണ്ടാകുന്നത്. രംഭാഗഡ് എന്ന കോട്ട ഏത് നോവലിലെ കഥാപശ്ചാത്തലമായാണ് വരുന്നത്? മരുഭൂമികൾ ഉണ്ടാകുന്നത്. നരേന്ദ്രപ്രസാദ് എഴുതിയ നോവൽ അലഞ്ഞവർ അന്വേഷിച്ചവർ. നരേന്ദ്രപ്രസാദ് എഴുതിയ നോവലാണ് അലഞ്ഞവർ അന്വേഷിച്ചവർ. ശങ്കരഗിരി എന്ന ചരിത്ര നോവൽ എഴുതിയത് പീറ്റർ ജോൺ തോട്ടമാണ്. ശങ്കരഗിരി എന്ന ചരിത്ര നോവൽ എഴുതിയത് പീറ്റർ ജോൺ തോട്ടമാണ്. ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ PM നായർ രചിച്ച നോവൽ നീണ്ട കരിനിഴൽ. ഉണ്ണുനീലി സന്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ PM നായർ രചിച്ച നോവലാണ് നീണ്ട കരിനിഴൽ. ധൂമകേതുവിൻ്റെ ഉദയം എന്ന ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കരാണ്. ധൂമകേതുവിൻ്റെ ഉദയം എന്ന ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കരാണ്. തകഴിയുടെ അപൂർണ നോവലാണ് ചോറും കൂറും. തകഴിയുടെ അപൂർണ നോവലാണ് ചോറും കൂറും. സ്കോട്ടിൻ്റെ ഐവാനോയിലെ നോർമൻ യോദ്ധാക്കളുടെ സ്ഥാനം CV തൻ്റെ കൃതിയിൽ നൽകിയിട്ടുള്ളത് ആർക്കാണ്? എട്ടുവീട്ടിൽ പിള്ളമാർക്ക്. സ്കോട്ടിൻ്റെ ഐവാനോ എന്ന കൃതിയിലെ നോർമൻ യോദ്ധാക്കൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനം CV തൻ്റെ കൃതിയിൽ നൽകിയിരിക്കുന്നത് ആർക്കാണ്? എട്ടുവീട്ടിൽ പിള്ളമാർക്ക്. യോഹന്നാൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? ആയുസിൻ്റെ പുസ്തകം. CV ബാലകൃഷ്ണൻ നായരുടെ ആയുസിൻ്റെ പുസ്തകം എന്ന കൃതിയിലെ നോവലിലെ കഥാപാത്രമാണ് യോഹന്നാൻ. ഭൂതരായർ എന്ന നോവലിൻ്റെ മറ്റൊരു പേര് ഒരു കെട്ട് പഴങ്കഥ. ഭൂതരായർ എന്ന നോവലിൻ്റെ മറ്റൊരു പേരാണ് ഒരു കെട്ട് പഴങ്കഥ. അറബിപ്പൊന്നിലെ പ്രധാന കഥാപാത്രമാണ് കോയ. അറബിപ്പൊന്നിലെ പ്രധാന കഥാപാത്രമാണ് കോയ. തലേനാൾ രാത്രി ആ വീട്ടിലൊരു ആത്മഹത്യ നടന്നു. അവിശ്വസനീയമായ വിധത്തിലുള്ള ഒരു ആത്മഹത്യ. ഇങ്ങനെ ആരംഭിക്കുന്ന നോവൽ അമ്മിണി. ഉറൂബിൻ്റെ അമ്മിണി. തലേനാൾ രാത്രി ആ വീട്ടിലൊരു ആത്മഹത്യ നടന്നു. അവിശ്വസനീയമായ വിധത്തിലുള്ള ഒരു ആത്മഹത്യ. ഇങ്ങനെ ആരംഭിക്കുന്ന നോവലാണ് ഉറൂബിൻ്റെ അമ്മിണി. സിരഹസ്തിന ഗ്രാമം ഏത് നോവലിലെ പരാമർശമാണ്? രാമരാജ ബഹദൂർ. സിരഹസ്തിന ഗ്രാമം ഏത് നോവലിലാണ്? രാമരാജ ബഹദൂർ. SK പൊറ്റക്കാടിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള നോവലാണ് വിഷകന്യക. SK പൊറ്റക്കാടിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള നോവലാണ് വിഷകന്യക. പൊന്നറ ശ്രീധരനെ പറ്റി മലയാറ്റൂർ എഴുതിയ നോവലാണ് 5 സെന്റ്. പൊന്നറ ശ്രീധരനെ പറ്റി മലയാറ്റൂർ എഴുതിയ നോവലാണ് 5 സെന്റ്. മാര ഏത് നോവലിലെ കഥാപാത്രമാണ്? നെല്ല്. മാര ഏതു നോവലിലെ കഥാപാത്രമാണ്? നെല്ല്. ചിതൽ തിന്നുന്ന വാളുറ ഏതു നോവലിലെ അധ്യായമാണ്? ഉമ്മാച്ചു. ചിതൽ തിന്നുന്ന വാളുറ ഏതു നോവലിലെ കഥാപാത്രമാണ്? ഉമ്മാച്ചു.
ഏത് നോവലിലെ അധ്യായമാണ് ഉമ്മാച്ചു? മാംസപുഷ്പങ്ങൾ ആരെഴുതിയ നോവലാണ്? KT മുഹമ്മദ്. മാംസപുഷ്പങ്ങൾ ആരെഴുതിയ നോവലാണ്? KT മുഹമ്മദ്. SL പുരം സദാനന്ദൻ എഴുതിയ ഏക നോവലാണ്? അഗ്നിശുദ്ധി. SL പുരം സദാനന്ദൻ എഴുതിയ ഏക നോവൽ അഗ്നിശുദ്ധി. നാണി മിസ്ട്രസ് ഏത് നോവലിലെ കഥാപാത്രമാണ്? മുത്തശ്ശി. നാണി മിസ്ട്രസ് ഏത് നോവലിലെ കഥാപാത്രമാണ്? മുത്തശ്ശി. സുഹൃത്തുക്കളെ, ഇത്രയുമാണ് ഇന്നത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം ആധുനിക നോവലിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിട്ടുപോയ ഭാഗങ്ങൾ മറ്റൊരു വീഡിയോയിൽ എന്ത് ചെയ്യാവുന്നതാണ്, ചേർക്കാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക.